പ്രിയമുള്ളവരെ, ഈശോ മിശിഹായിൽ സ്നേഹവന്ദനം. മേ ദ പീസ് ഓഫ് ദ ലോർഡ് ബി വിത്ത് us all. ഈ 62-ാം എപ്പിസോഡിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 13-ാം അധ്യായത്തിൻ്റെ ആഴങ്ങളിലേക്കാണ് നമ്മൾ ഒന്നിച്ച് യാത്ര ആരംഭിക്കുന്നത്. നിങ്ങളുടെ പങ്കാളിത്തം ആഴത്തിൽ വിലമതിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ എല്ലാ പ്രയത്നങ്ങളും കർത്താവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവൻ്റെ മാർഗനിർദ്ദേശവും ജ്ഞാനവും തേടാം. ദൈവജനത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സിനെ പ്രകാശിപ്പിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തർക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും. ജോസഫ് ഫ്രം ജെ ലോഗോസ് 316. ലൂക്ക 13 ഒരു ആമുഖം. പശ്ചാത്താപം, ദൈവിക ക്ഷമ, ദൈവരാജ്യം തുടങ്ങിയ ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രബോധനങ്ങളുടെയും ഉപമകളുടെയും ഒരധ്യായം. മാനസാന്തരത്തിൻ്റെ അടിയന്തരതയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് യേശു ആരംഭിക്കുന്നത്. ദുരന്തങ്ങൾ ദൈവത്തിലേക്ക് തിരിയേണ്ടതിൻ്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്നു. തരിശായ അത്തിവൃക്ഷത്തിൻ്റെ ഉപമ ദൈവത്തിൻ്റെ ക്ഷമയെയും ഫലവത്തായ മാനസാന്തരത്തിനായുള്ള ആഗ്രഹത്തെയും ശക്തമായി പ്രതീകപ്പെടുത്തുന്നു. സാപത്തിൽ കൂനിയായ ഒരു സ്ത്രീയെ യേശു സുഖപ്പെടുത്തിയത് അവൻ്റെ അനുകമ്പയും അധികാരവും ഉയർത്തിക്കാട്ടിക്കൊണ്ട് നിയമത്തിൻ്റെ കർക്കശമായ വ്യാഖ്യാനങ്ങളെ വെല്ലുവിളിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ ആശ്ചര്യകരവും വിപുലവുമായ സ്വഭാവം ചിത്രീകരിക്കുന്ന കടുകുമണിയുടെയും പുളിപ്പിൻ്റെയും ഉപമകൾ ദൈവരാജ്യത്തിൻ്റെ സ്വാധീനം വ്യക്തമാക്കുന്നു. ലൂക്ക 13 വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും ഉള്ളിൽ നിന്നുള്ള പരിവർത്തനങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. ചോദ്യോത്തരങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ലൂക്ക 13:2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലൂടെ യേശു നൽകുന്ന സന്ദേശത്തിൻ്റെ പ്രധാന വിഷയം എന്താണ്? 13:2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലൂടെ ഈശോ നൽകുന്ന സന്ദേശത്തിൻ്റെ പ്രധാന വിഷയം. അതിൻ്റെ ഉത്തരം പശ്ചാത്താപം ആണ് അതിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ഗലീലക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി കലർത്തിയത് ആര്? ഗലീലക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി കലർത്തിയത് ആര്? അതാണ് രണ്ടാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം പീലാത്തോസ്. ലൂക്ക 13:1. പീലാത്തോസാണ് അങ്ങനെ ചെയ്തത്. ലൂക്ക 13:1. മൂന്നാമത്തെ ചോദ്യം, സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ടത് എത്ര പേർ? സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ടത് എത്ര പേർ? അതാണ് മൂന്നാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം 18 പേർ. ലൂക്ക 13:4 അത് കൊടുത്തിട്ടുണ്ട്. 18 പേരാണ് മരിച്ചത്. അടുത്ത ചോദ്യം 4. യേശു പറഞ്ഞ ഉപമയിൽ ഒരുവൻ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചത് എവിടെ? അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചത് എവിടെ എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം മുന്തിരിത്തോട്ടത്തിൽ. ലൂക്ക 13:6. മുന്തിരിത്തോട്ടത്തിലാണ് അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചത്. അഞ്ചാമത്തെ ചോദ്യം, ലൂക്ക 13 അത്തിവൃക്ഷത്തിൽ ഫലമൊന്നും കാണാതെ എത്ര വർഷം കടന്നുപോയി? എത്ര വർഷം കടന്നുപോയി അത്തിവൃക്ഷത്തിൽ ഫലമൊന്നും കാണാതെ? അതാണ് അടുത്ത ചോദ്യം. അതിൻ്റെ ഉത്തരം 3 വർഷം. ലൂക്ക 13:7 അനുസരിച്ച് 3 വർഷമാണ് ഫലം അന്വേഷിച്ച് വന്നിട്ടൊന്നും കാണാതെ പോയത്. ആറാമത്തെ ചോദ്യം, ലൂക്ക 13:3, 13:5 എന്നീ 2 വാക്യങ്ങളുടെ പ്രത്യേകത എന്ത്? ലൂക്ക 13:3, 13:5 എന്നീ 2 വാക്യങ്ങളുടെ പ്രത്യേകത എന്ത് എന്നതാണ് അടുത്ത ചോദ്യം. അതിൻ്റെ ഉത്തരം യേശു ആവർത്തിക്കുന്ന ഒരേ വാക്യങ്ങളാണ് ഇതിൽ രണ്ടിലുമുള്ളത്. ഒരുപക്ഷെ ബൈബിളിൽ വേറെ എങ്ങും ഇത് കാണാത്ത ഭാഗമാണ്. ലൂക്ക 7. ചോദ്യം, ലൂക്ക 13:10 അനുസരിച്ച് യേശു ഒരു സാബത്തിൽ എവിടെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? സാബത്ത് ദിവസത്തിൽ എവിടെയാണ് യേശു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നതാണ് 7ാമത്തെ ചോദ്യം. ഒരു സിനഗോഗിൽ. അതാണ് എൻ്റെ ഉത്തരം, ഒരു സിനഗോഗിൽ. അടുത്ത ചോദ്യം 8. ലൂക്ക 13 യേശു സുഖപ്പെടുത്തിയ കൂനുള്ള സ്ത്രീ എത്ര വർഷമായി രോഗിണിയായിരുന്നു? യേശു സുഖപ്പെടുത്തിയ കൂനുള്ള സ്ത്രീ എത്ര വർഷമായിട്ട് രോഗിണിയായിരുന്നു? അതാണ് അടുത്ത ചോദ്യം. അതിൻ്റെ ഉത്തരം 18 വർഷം. ലൂക്ക 13:11. 18 വർഷമായിരുന്നു രോഗിണിയായിട്ട് ആ സ്ത്രീ കഴിച്ചു കൂട്ടിയത്. 9ാമത്തെ ചോദ്യം, 18 വർഷമായി കൂനുണ്ടായിരുന്ന സ്ത്രീയുടെ മേൽ യേശു കൈകൾ വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? 18 വർഷമായി കൂനുണ്ടായിരുന്ന സ്ത്രീയുടെ മേൽ യേശു കൈകൾ വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അതാണ് 9ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. ലൂക്ക 13:13. അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. 10ാമത്തെ ചോദ്യം, ലൂക്ക 13:15 സാപത്തിലെ രോഗശാന്തി വിമർശിക്കുന്ന സിനഗോഗ് അധികാരിയെയും സംഘത്തെയും യേശു എന്താണ് വിളിക്കുന്നത്? ലൂക്ക 13:15 അനുസരിച്ച്. അതിൻ്റെ ഉത്തരം
കപടനാട്യക്കാരെ എന്നാണ് യേശു അവരെ വിളിക്കുന്നത്. 11ാമത്തെ ചോദ്യം, ലൂക്ക 13 യേശു ആരെയാണ് അബ്രാഹത്തിൻ്റെ മകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്? അബ്രാഹത്തിൻ്റെ മകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് 13ാമത്തെ അധ്യായത്തിൽ? ഉത്തരം, യേശു സാബത്തിൽ സുഖപ്പെടുത്തിയ സ്ത്രീയെ. ലൂക്ക 13:16. 18 വർഷമായിട്ട് അസുഖമുണ്ടായിരുന്ന അവരെയാണ് സുഖപ്പെടുത്തിയത്. 12ാമത്തെ ചോദ്യം, ലൂക്ക 13 സാബത്തിലെ രോഗശാന്തിക്ക് ശേഷം യേശുവിൻ്റെ ചോദ്യങ്ങൾ കേട്ട് ലജ്ജിതരായത് ആരൊക്കെയാണ് ലജ്ജിതരായത്? യേശുവിൻ്റെ ചോദ്യങ്ങൾ കേട്ട് അല്ലെങ്കിൽ യേശുവിൻ്റെ ഉത്തരം കേട്ട് അവൻ്റെ പ്രതിയോഗികളെല്ലാം. ലൂക്ക 13:17 അവൻ്റെ പ്രതിയോഗികളെല്ലാം ലജ്ജിതരായി. 13ാമത്തെ ചോദ്യം, ലൂക്ക 13:17 യേശു ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെക്കുറിച്ച് സന്തോഷിച്ചതാര്? ആരാണ് യേശുവിൻ്റെ മഹനീയ കൃത്യങ്ങളെക്കുറിച്ച് സന്തോഷിച്ചത്? 13:17 പറയുന്നത് പോലെ. അതിൻ്റെ ഉത്തരം, ജനക്കൂട്ടം മുഴുവൻ സന്തോഷിച്ചു. അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം 14, ലൂക്ക 13:19 യേശു ദൈവരാജ്യത്തെ എന്തിനോടാണ് ഉപമിക്കുന്നത്? 13:19 യേശു ദൈവരാജ്യത്തെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് എന്നതാണ് അടുത്ത ചോദ്യം. അതിൻ്റെ ഉത്തരം, ഒരുവൻ തൻ്റെ തോട്ടത്തിൽ പാകിയ കടുകുമണിയോട്. 15ാമത്തെ ചോദ്യം, ലൂക്ക 13:21 ഒരു സ്ത്രീ പുളിപ്പ് ചേർത്തത് എത്ര അളവ് മാവിലാണ്? 13:21 അനുസരിച്ച് ഒരു സ്ത്രീ പുളിപ്പ് ചേർത്തത് അല്ലെങ്കിൽ ഈസ്റ്റ് ചേർത്തത് എത്ര അളവ് മാവിലാണ്? 3 അളവ് മാവിൽ. 3 അളവ്. അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം 16, ലൂക്ക 13:22 അനുസരിച്ച് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് യേശു എങ്ങോട്ടാണ് യാത്ര ചെയ്തിരുന്നത്? യേശു ഒരു സ്ഥലം ലക്ഷ്യമാക്കിയാണല്ലോ പോയിരുന്നത്. എങ്ങോട്ടാണ് യേശു യാത്ര ചെയ്തിരുന്നത് എന്നാണ് ഈ ചോദ്യം 13:22 അനുസരിച്ച്. ഉത്തരം, ജെറുസലേമിലേക്കുള്ള യാത്രയായിരുന്നു യേശുവിൻ്റേത്. അടുത്ത ചോദ്യം 17, ഏത് ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുമെന്ന് യേശു പറയുന്നത്? ഏതൊരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണല്ലോ യേശു ഇങ്ങനെ പറയുന്നത്. ഏത് ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് യേശു ഇങ്ങനെ പറയുന്നത് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുമെന്ന്? അതിൻ്റെ ഉത്തരം, കർത്താവെ രക്ഷ പ്രാപിക്കുന്ന ഒരു ചുരുക്കമാണോ എന്ന ചോദ്യത്തിന്. ലൂക്ക 13:23. അതിനാണ് യേശു മറുപടി പറയുന്നത്. 18ാമത്തെ ചോദ്യം, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ലൂക്ക 13:25 പറയുന്നത് ആര്? നിങ്ങൾ എവിടെ നിന്നാണ് എന്ന് ഞാൻ അറിയുന്നില്ല, അങ്ങനെ പറയുന്നത് ആരാണ്? അതിൻ്റെ ഉത്തരം, വീട്ടുടമസ്ഥനാണ് അങ്ങനെ പറയുന്നത്. 19ാമത്തെ ചോദ്യം, ലൂക്ക 13:25 27 ആവർത്തിക്കുന്ന വാക്യം ഏത്? ലൂക്ക 13:25 27 ആവർത്തിക്കുന്ന വാക്യം ഏത്?